ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാ അമ്പലത്തിലെ യാത്രയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പൊങ്കാല ദിവസം എത്തിയിട്ടോ. അങ്ങനെ പൊങ്കാലിടുന്ന നമ്മളെ ദിവസം വന്നെത്തിയിട്ടോ. അപ്പോൾ ഞങ്ങളെന്താക്കി, ഞങ്ങളുടെ പൊങ്കാലിടുന്ന സ്ഥലത്തേക്ക് എത്തി. ഞങ്ങളെ കലവും അതുപോലെ അടുപ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇനിയും കുറേ സമയമുണ്ട് പൊങ്കാലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പത്മനാഭനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പത്മനാഭ സ്വാമീൻ്റെ അടുത്ത് വന്നിട്ട് കാണാമല്ലോ, ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, അപ്പോൾ വന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് തൊഴാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എന്തായാലും കൂടുതലുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് പത്മനാഭനെയും കാണാം, അതുപോലെ പഴവലങ്ങാടി ഗണപതിനെയും കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പത്മനാഭനെ നല്ലപോലെ കണ്ട് തൊഴാൻ പറ്റി. നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാലും നല്ലപോലെ ഭഗവാനെ കണ്ട് തൊഴാൻ പറ്റി കേട്ടോ. അതന്നെ നല്ലൊരു സമാധാനമായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടി വന്നു, കാരണം അവിടെ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളാണ്. പിന്നെ മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവിടെ നിന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പത്മനാഭനെ കണ്ട് ഇറങ്ങി. ഞങ്ങൾക്ക് ഇനിയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. എന്തൊക്കെയോ ഇല വാങ്ങാനുണ്ട്, പൂവ് വാങ്ങാനുണ്ട്, അതുപോലെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ തപ്പി നടക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ തപ്പി നടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. എന്താ പറയുക, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള പൊങ്കാല കൂട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇരിക്കുന്നത് ഈ കാണുന്നത് കേട്ടോ. എന്തായാലും ഇത് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എന്താ പറയുക ഫീലിംഗ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് അമ്മയ്ക്ക് വേണ്ടി പൊങ്കാലിടാൻ വേണ്ടിയിട്ട് എത്ര ഭക്തജനങ്ങളാണ് വന്നിരിക്കുന്നത് നോക്ക്. വെയിലും പുകയും ഒക്കെ എത്ര കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ആറ്റുകാലമ്മയ്ക്ക് വേണ്ടിയിട്ട് പൊങ്കാലിടാൻ ജനങ്ങൾ വരുന്നില്ലേ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സുഖമാണ് കേട്ടോ. കാരണം എനിക്ക് വലിയ ആഗ്രഹമാണ് പൊങ്കാലിടണം, ആറ്റുകാൽ തന്നെ വന്നിട്ട് പൊങ്കാലിടണം എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. പൊങ്കാല ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ആറ്റുകാൽ പൊങ്കാല ചെയ്തിട്ടില്ല. അത് ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതങ്ങനെ സാധിച്ചു എന്തൊക്കെയായാലും. പിന്നെ എന്താ പറയുക, ഇവിടെ ആറ്റുകാൽ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അവിടെ വന്ന് തൊഴുതിട്ടുണ്ട്, പക്ഷേ പൊങ്കാലിടാനായിട്ട് ആദ്യമായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ എന്താ പറയുക, പോകുന്നിടത്ത് നിന്ന് കാണുന്ന എന്താ പറയുക, ഓരോരുത്തർ ഓരോ രീതിയിലാണ് കേട്ടോ. ഓരോരുത്തർ പൊങ്കാല കലമായിരുന്നു. ചിലർ എന്താ പറയുക സ്റ്റീൽ പാത്രങ്ങളുണ്ട്, അതുപോലെ വേറെ ടൈപ്പ് കലങ്ങളുണ്ട്. അതുപോലെ എന്താ പറയുക, ഓരോരുത്തർ ഒന്നും രണ്ടും പൊങ്കാലകളൊക്കെ ഇടുന്നവരുണ്ട്. പിന്നെ അമ്മയ്ക്ക് വേണ്ടി എന്തോ പലഹാരം ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകതരം. അതെന്തോ ഒരു വിശേഷപ്പെട്ട പലഹാരമാണ്. കുറേ പേരോട് ഞങ്ങളിങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതിങ്ങനെ വിശേഷപ്പെട്ട ഒരു പലഹാരമാണ് അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലാണ് കേട്ടോ. ഒരു അത്ഭുതം തന്നെയാണ്, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയുന്നാലും നമ്മളും ചെയ്യാം. എന്താ പറയുക, ഇവിടെ വന്ന് കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ നല്ലപോലെ എല്ലാം പറഞ്ഞു തരും കേട്ടോ. നല്ല ആൾക്കാരാണ്, നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് കേട്ടോ. എന്തിനായാലും നമുക്കവിടെ പൊങ്കാലിടുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും, അതുപോലെ എന്താ പറയുക ഭക്ഷണത്തിനോ അതുപോലെ കുടിവെള്ളം ആണെങ്കിലും എല്ലാം കൊണ്ടു തരാനൊക്കെ ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ ഇവിടെയുള്ള ആൾക്കാർക്ക്. എന്താ പറയുക, ആറ്റുകാൽ പൊങ്കാലിടുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. ആ അനുഗ്രഹം എന്താ പറയുക, ഇവിടെയുള്ള മനുഷ്യന്മാരും അതേപോലെ തന്നെയാണ്, എല്ലാവരും നല്ല മനുഷ്യർ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോരോ ഇതും തപ്പി നടക്കുകയാണ്. പിന്നെ ഞങ്ങൾ പൊങ്കാലിടുന്ന സ്ഥലമാണ് മെയിനായിട്ട് ഞങ്ങൾ അന്വേഷിക്കണേ, കാരണം ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. കാരണം അത് എന്താ പറയുക, ഓരോരോ എല്ലാ സ്ഥലങ്ങളും ഒരേപോലെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ വന്നു. ലാസ്റ്റ് ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് ഞങ്ങളെ സ്ഥലത്ത് എത്തി കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ പൊങ്കാലക്കാലം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മുന്നിൽ ഇല ഇട്ടിട്ട് ഗണപതിക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ഇനി എന്താ പറയുക, ഇത് കത്തിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ചെയ്ത് സെറ്റൊക്കെ ചെയ്ത് തലയിലൊക്കെ തോർത്ത് കെട്ടിയത് ഭയങ്കര വെയിലായതുകൊണ്ടാണ് കേട്ടോ. കുറേ കഴിയുമ്പോൾ വെയിൽ കൂടും, ശക്തിയായിട്ട് വെയിൽ കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തലയിൽ എല്ലാവരും തോർത്തുമുണ്ട് കെട്ടിയിട്ടുള്ളത്. പിന്നെ ഭയങ്കര പുകയൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ എല്ലാം തുടങ്ങിയിട്ടോ, സ്റ്റാർട്ട് ചെയ്തു. അടുപ്പൊക്കെ കത്തിച്ചു. അപ്പോൾ അടുപ്പ് കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ചിട്ട് വേണം അതിലേക്ക് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അരി കഴുകി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര പുക അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക ശ്വാസം കിട്ടാത്തൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അപ്പറയും ഇപ്പറയൊക്കെ അടുപ്പായതുകൊണ്ട് അവിടുത്തെ പുകയും പിന്നെ നമ്മളതിൻ്റെ പുകയും പിന്നെ വെയിലും കാരണം ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടുന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, അത് നമ്മൾ ചെയ്യണം. നമ്മൾ അത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ പൊങ്കാലിടുന്നതല്ലേ. അപ്പോൾ എൻ്റെ വെള്ളമൊക്കെ തിളച്ച് ഞാൻ അതിൽ നല്ലപോലെ അമ്മേനെ പ്രാർത്ഥിച്ച് എൻ്റെ ആഗ്രഹമൊക്കെ മനസ്സിൽ വിചാരിച്ച് അരിയൊക്കെ ഇട്ടു. അരി നല്ലോണം തിളച്ചു കേട്ടോ. എൻ്റെ അരി നല്ലോണം തിളച്ച് വേവാൻ തുടങ്ങി. അരി നല്ലോണം തിളച്ച് കുറുകുമ്പോൾ വേണം അതിലേക്ക് വെല്ലം പഴവും നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ഇത് എന്താ പറയുക പൊങ്ങി വരുന്നുണ്ട് കേട്ടോ, പൊങ്കാല പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ഈ പൊങ്കാല ഇടുമ്പോൾ ഇതിങ്ങനെ തിളച്ച് പൊന്തി വരാനാണ്
ഏറ്റവും നമ്മളെ മനസ്സിന് സന്തോഷം തരുന്നൊരു എന്താ പറയുക കാര്യം കേട്ടോ. കാരണം ഇത് തിളച്ച് ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മളെ മനസ്സിന് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊന്തി നല്ലപോലെ ആയി. ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ അരിയൊക്കെ നല്ലപോലെ ഇതായി, പായസമൊക്കെ ഏകദേശം ആയി തുടങ്ങി കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളിനി എന്താ പറയുക വെള്ളം തളിക്കാൻ അവിടുത്തെ നമ്പൂതിരി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പൊങ്കാലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വിശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നല്ലപോലെ എനിക്ക് പൊങ്കാല ഇടാൻ പറ്റി കേട്ടോ. നല്ലപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പൊങ്കാല ഇടാൻ പറ്റി. അങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ട് തിരിച്ച് ഞങ്ങൾ റൂമിലൊക്കെ വന്ന് എന്താ പറയുക ബസ്സിൽ കയറി യാത്ര ചെയ്യുകയാണ്. അപ്പോൾ കാണുന്ന എൻജോയ്മെൻറ്റാണ് കേട്ടോ. എന്തായാലും അടിപൊളി ട്രിപ്പാണ് കേട്ടോ. ട്രിപ്പ് എന്തായാലും അടിപൊളിയായിട്ടോ. നല്ലപോലെ എൻജോയ് ചെയ്യുകയാണ് ഞങ്ങൾ. By Situational Music Production. എന്തായാലും പൊങ്കാലയൊക്കെ നല്ലപോലെ സന്തോഷത്തോടെ ഇട്ട് ഞങ്ങളങ്ങനെ മടങ്ങാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.